പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, വളരെ സുപ്രധാനമായ ഒരു സന്തോഷ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ഇർഷാദിയ സ്കൂളിലെ അധ്യാപകർ കഴിഞ്ഞ 5 മാസമായി അവരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു ബുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇർഷാദിയ സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി അലവി സഖാഫി കൊളത്തൂർ കഴിഞ്ഞ ദിവസം അത് പുറത്തിറക്കി. അതിൻ്റെ ഈ പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ആ പുസ്തകം വിശദമായി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുസ്തകം എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്രസ് എന്ന പേരിലാണ് നാം റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന് 2 ലെവലുണ്ട്. ബേസിക് എന്ന ലെവലുമുണ്ട്, മോഡറേറ്റ് എന്ന ലെവലുമുണ്ട്. ഈ 2 ലെവലിലുള്ള പുസ്തകങ്ങളും നാം ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം UKG മുതൽ 7 വരെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായി ഇർഷാദിയ സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ ഒന്നുകൂടി സയന്റിഫിക് ആക്കുക എന്നതാണ് ഈ ഒരു പുസ്തകം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട 2 സ്കില്ലുകളാണ്. ഒന്ന്, ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക. മറ്റൊന്ന്, ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറം അതല്ലെങ്കിൽ സ്കൂളിൻ്റെ ചുമരുകൾക്കപ്പുറം, സ്കൂളിൻ്റെ മതിലുകൾക്കപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാവുക. ഇത് രണ്ടും അവരുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ 2 കാര്യങ്ങളാണ്. ഇത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ അവർക്ക് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് യൂസേജുകളിലൂടെയും അതോടൊപ്പം തന്നെ GK ക്വസ്റ്റ്യൻസിലൂടെയുമാണ് നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ നാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 1000 സെന്റൻസുകളാണ്. ഇംഗ്ലീഷിൽ നാം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 1000 സെന്റൻസുകൾ നാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 1000 GK ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്, ഇത് രണ്ടുമാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. UKGയിലെ വിദ്യാർത്ഥികൾ അവരുടെ ലെവൽ അനുസരിച്ചുള്ള കുറച്ച് സെന്റൻസുകളും യൂസേജുകൾക്കും അവർക്ക് പരിശീലിപ്പിക്കും. അത് മന്ത്ലി ടെസ്റ്റുകളിലൂടെയും ടേം എക്സാമുകളിലൂടെയും നമ്മളത് റിവൈസ് ചെയ്യും. ഇങ്ങനെ ഏജ് അപ്രോപ്രിയേറ്റ് ആയി UKGയിൽ 60 സെന്റൻസുകളാണെങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് 100 സെന്റൻസുകളായും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 125ആയും 150ആയും വർദ്ധിപ്പിച്ച് 7-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് ഏറ്റവും സുപരിചിതമായ 1000 സെന്റൻസുകൾ അവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 1000 GK ക്വസ്റ്റ്യൻസ് അതുമായിട്ട് അവർ ഫെമിലിയർ ആവുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ 2 വർഷങ്ങളിലായി വാട്സപ്പിലൂടെയും ക്ലാസ്സുകളിലൂടെയും കൈമാറിക്കൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ നാം ഒരു 2 ചട്ടകൾക്കുള്ളിൽ വളരെ കൃത്യമായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. എക്സ്പ്ലോർ ആൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ബുക്കിന്റെ ബേസിക് ലെവൽ പുസ്തകം പഠിക്കേണ്ടത് UKG മുതൽ 3 വരെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതിന്റെ നെക്സ്റ്റ് ലെവലായ മോഡറേറ്റ് എന്ന് പറയുന്ന പുസ്തകം അത് പഠിക്കേണ്ടത് 4 മുതൽ 7 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരു പുസ്തകം 1 വർഷത്തേക്കല്ല, 2 വർഷത്തേക്കല്ല, മറിച്ച് 4 വർഷത്തേക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഒരു കുട്ടി ഒരു പുസ്തകം ഈ വർഷം വാങ്ങിക്കുമ്പോൾ അത് ഈ വർഷത്തേക്കല്ല, മറിച്ച് വരുന്ന 3 വർഷത്തേക്ക് കൂടി ഉപയോഗിക്കാനുള്ള പുസ്തകമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് GK ആൻഡ് CE കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സുപ്രധാനമായ അവരുടെ ലൈഫിന്റെ കോമ്പറ്റൻസി ബിൽഡിങ്ങിന് അത്യാവശ്യമായ ഒരു പുസ്തകമാണ് എന്നതാണ് നമുക്ക് രക്ഷിതാക്കൾക്ക് നൽകാവുന്ന ഒരു ഉറപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ കഴിഞ്ഞ 2 വർഷമായി അവരെ പരിശീലിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതായതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളും GK ക്വസ്റ്റ്യൻസുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബലിപെരുന്നാൾ ലീവ് കഴിഞ്ഞ് അവർ വരുന്നതോടുകൂടി നാം ഈ പുസ്തകം പഠിപ്പിക്കൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ മാസവും അവർ പഠിച്ച കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെന്റൻസുകളുടെയും GK ക്വസ്റ്റ്യൻസിന്റെയും അടിസ്ഥാനത്തിലുള്ള എക്സാമിനേഷൻ നടക്കുന്നതാണ്. എക്സാമിനേഷൻ എന്നത് ഒരിക്കലും റിട്ടൺ എക്സാം അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കപ്പാസിറ്റി, അവരുടെ ഓറൽ കപ്പാസിറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ ലെവലിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും നടക്കുക. അത് അവരെ പേടിപ്പെടുത്താനോ ത്രെട്ടനിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനോ അല്ല, മറിച്ച് അവർക്ക് ലൈഫിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്കിൽ അവർക്ക് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ ആ രീതിയിലുള്ള അസസ്മെന്റ് ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം നമ്മൾ UKG മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥികൾക്കായി നാം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ എമൗണ്ട് കൂടി ഞാൻ രക്ഷിതാക്കളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകം 4 വർഷത്തേക്കുള്ളതാണ്.
2, ഇത് സിഇയുടെയും GK-യുടെയും കമ്പൗണ്ട് ബുക്കാണ്. മൂന്നാമത്തെ കാര്യം, ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് എക്സാമിനേഷന് കൂടി നിങ്ങൾ ആധാരമാക്കേണ്ട സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഈ പുസ്തകത്തിന് അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഈ 200 രൂപ 4 വർഷത്തേക്കുള്ളതാണ്. ഫലത്തിൽ 1 വർഷത്തേക്കുള്ള GK-CE ബുക്കിന്റെ എമൗണ്ട് 50 രൂപയാണ്. എല്ലാ പുസ്തകവും വാങ്ങിച്ചതിന് ശേഷം പുതിയൊരു പുസ്തകം വാങ്ങിക്കണമെന്ന് പറയുമ്പോഴുള്ള പ്രയാസം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കാൻ വേണ്ടി ആലോചിച്ചത്. ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇത് 4 വർഷത്തേക്കുള്ളതാണ്. GK-CE കമ്പൈൻഡ് ആണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. മറിച്ച് അസസ്മെന്റിന് വേണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. കൃത്യമായി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കും. അത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ പുസ്തകത്തിന്റെ ആവശ്യമുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഈ പുസ്തകവുമായി ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടതില്ല എന്ന് ഞാൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി അതുമായി ചേർത്ത് പറയുന്നത്, ഈ പുസ്തകം UKG-യിൽ സ്റ്റാർട്ട് ചെയ്ത് 3-ാം ക്ലാസ്സിൽ അവസാനിക്കുന്നു ബേസിക് എന്നത്. 4-ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 7-ാം ക്ലാസ്സിൽ അവസാനിക്കുന്നു മോഡറേറ്റ് എന്നത്. അപ്പോൾ 1-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ബേസിക് വാങ്ങിക്കുന്നതെങ്കിലോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ 2-ൽ പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ 6-ൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിന്റെ ഉത്തരം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും അവിടെ നിന്നാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുക. 2-ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ബേസിക് ലെവൽ വാങ്ങിക്കുന്നതെങ്കിൽ 2, 3, 4, 5 ഈ 4 വർഷം കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് മോഡറേറ്റ് എന്ന് പറയുന്ന പുസ്തകം വാങ്ങിക്കേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ വർഷവും വരുന്ന 3 വർഷങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ് ഈ പുസ്തകം. അതിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ജനറൽ നോളജും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഇതിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു രീതി കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ബേസിക് എന്ന് പറയുന്ന ലെവലിലുള്ള പുസ്തകത്തിന്റെ ആദ്യ 3-4 സെന്റൻസുകൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ യു? ഇതിന്റെ മലയാളം മീനിങ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. നീ എങ്ങനെയിരിക്കുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേ ഐ ഗോ ടു വാഷ്റൂം? അതിന്റെ അർത്ഥം, ഞാൻ വാഷ്റൂമിൽ പോകട്ടെ. തേർഡ് വൺ, മേ ഐ ഡ്രിങ്ക് വാട്ടർ? അതിന്റെ ആൻസർ, ഞാൻ വെള്ളം കുടിക്കട്ടെ. ഇത് UKG ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന സെന്റൻസുകളാണ്. അപ്പോൾ ഈ സെന്റൻസുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം അവർക്ക് ഉപയോഗപ്പെടുന്ന സെന്റൻസുകളാണെന്ന്. ഇങ്ങനെ പോയാൽ ഇതിൽ വരുന്ന എല്ലാ സെന്റൻസുകളും അവർക്ക് ലൈഫിൽ ഉപയോഗിക്കേണ്ട, സ്കൂളിലോ വീട്ടിലോ ആയി ഉപയോഗിക്കേണ്ട സെന്റൻസുകളാണ്. അതിന്റെ മീനിങ് കൊടുത്തിട്ടുള്ളത് രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. അവർക്ക് തെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, യൂസേജുകൾ കോണ്ടെക്സ്റ്റിലൂടെ മാത്രം പരിശീലിപ്പിക്കുന്ന ഡയറക്റ്റ് ടീച്ചിങ് മെത്തഡോളജി ആയിരിക്കും സ്കൂളിൽ സ്വീകരിക്കുക. അത് രക്ഷിതാക്കൾക്ക് റിവൈസ് ചെയ്ത് കൊടുക്കാൻ ഉപകരിക്കുക എന്ന അർത്ഥത്തിലാണ് മലയാളം സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1000 സെന്റൻസുകൾക്കും ഇതുപോലെ മലയാളം മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി കഴിയുന്നതോടുകൂടി GK ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. GK ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതും അവരെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കുന്നതിലൂടെ ജനറൽ നോളജ് എന്ന് പറയുന്ന പൊതുവെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത, എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ PSC ആണെങ്കിലും UPSC ആണെങ്കിലും മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അത്യാവശ്യമായി വരുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ ഒരു എൻട്രി അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം ജനിപ്പിക്കാൻ ഈ രീതിയിലുള്ള നിരന്തരമായ പരിശീലനം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തുമായി രക്ഷിതാക്കൾ പൂർണ്ണമായും സഹകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളുമായി അഭ്യർത്ഥിക്കാനുള്ളത്. നല്ല രീതിയിൽ വളരെ കോമ്പിറ്റന്റ് ആയി നമ്മുടെ വിദ്യാർത്ഥികൾ വളരേണ്ടതുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അവർ നന്നായി ഷൈൻ ചെയ്യേണ്ടതുണ്ട്. ലോകത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുമായി നിങ്ങളെല്ലാവരും സഹകരിക്കുകയും ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു.